2023 ഒക്ടോബർ 7 നടന്ന ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ആക്രമണങ്ങളിലൊന്നിനെ തൂഫാനുൽ അക്സയെ മുതലെടുക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു മടിച്ചില്ല. മേഖലയിലെ ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരായ വിനാശകരമായ പൊതു ആക്രമണത്തിനുള്ള ഒരു മറയായി ഈ ആക്രമണത്തെ ഉപയോഗിക്കുക എന്നതായിരുന്നു നെതന്യാഹുവിന്റെ ലക്ഷ്യം. എന്നിരുന്നാലും വിശാല ഇസ്രായേൽ എന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ അവർ തടസ്സമായി നിൽക്കുന്നതെല്ലാം നശിപ്പിക്കുന്നു. അഴിമതിക്കാരനും നുണയനുമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട നെതന്യാഹു ബൈബിൾ പുരാണങ്ങളിലെ എബ്രായ നായകനായിട്ടാണ് സ്വയം കാണുന്നത്. തലമുറകളുടെ ഒരു ദൗത്യത്തിലാണ് ഞാൻ, നെതന്യാഹു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഗ്രേറ്റർ ഇസ്രായേലുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: വളരെ. അതിനാൽ ഇതൊരു ചരിത്രപരവും ആത്മീയവുമായ ദൗത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം അതെ എന്നാണ്. 17-ാം നൂറ്റാണ്ടിലെയും 18-ാം നൂറ്റാണ്ടിലെയും ക്രിസ്ത്യൻ സയനിസത്തിൽ നിന്നാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വിശാല ഇസ്രായേൽ എന്ന ആശയം ആദ്യം ഉയർന്നു വരുന്നത്. അന്നത് വിശാല ഇസ്രായേൽ ആയിരുന്നില്ല, ഫലസ്തീൻ മാത്രമല്ല, ചുറ്റുമുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഇസ്രായേൽ ദേശം മാത്രമായിരുന്നു. മതേതര സ്വഭാവം കാണിച്ചിരുന്നെങ്കിലും ഫലസ്തീനിൽ ദിവ്യമായ അവകാശമുണ്ടെന്ന വാദത്തെ പിന്തുണയ്ക്കാൻ 19-ാം നൂറ്റാണ്ടിൽ സയനിസ്റ്റുകൾ ഉപയോഗിച്ച ഉപകരണം ഇസ്രായേൽ ദേശം അല്ലെങ്കിൽ എറൈറ്റ്സ് ഇസ്രായേൽ എന്നായിരുന്നു. വിശാല ഇസ്രായേൽ ഇല്ലാതിരുന്നിട്ട് പോലും സയനിസ്റ്റുകൾ ചെറിയ ഇസ്രായേൽ ആഗ്രഹിച്ചില്ല. ആദ്യകാലത്ത് ദുർബലരായിരുന്ന അവർ ബാൽഫർ പ്രഖ്യാപനത്തിന് ശേഷം കിട്ടിയത് സ്വീകരിക്കാൻ നിർബന്ധിതരായി. ഫലസ്തീനിൽ അവർക്ക് ഒരു ദേശീയ ഭവനമാണ് കിട്ടിയത്, ഒരു ജൂതരാഷ്ട്രമല്ല. എന്നിരുന്നാലും വിശാല ഇസ്രായേലിന്റെ ഭൂമിയിൽ ഫലസ്തീൻ ഒരു തുടക്കം മാത്രമായിരുന്നു. നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബൈബിൾ കഥാരാജ്യത്തിന്റെ വിത്തായിരുന്നു അത്. ഇത് വെറും ബൈബിൾ വാചാടോപമല്ല, മറിച്ച് തീവ്രവാദികളുടെയും മതഭ്രാന്തന്മാരുടെയും മനസ്സിലെ ഒരു രൂപരേഖയായിരുന്നു. മിഡിൽ ഈസ്റ്റിന്റെ മധ്യഭാഗങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ വടക്കൻ സൗദി അറേബ്യയും തെക്കുകിഴക്കൻ തുർക്കിയുമുള്ള പ്രദേശങ്ങൾ ഗ്രേറ്റർ ഇസ്രായേലിലേക്ക് ലയിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഇത്. സയനിസം മതഭ്രാന്തുള്ള പ്രത്യയശാസ്ത്രമാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. എന്നിരുന്നാലും മതഭ്രാന്തന്മാർക്ക് പോലും സ്വന്തം മതഭ്രാന്തന്മാരുണ്ട്. 1977 മുൻ തീവ്രവാദിയും കൂട്ടക്കൊലയാളിയുമായ മെനാച്ചം ബെഗിൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത്ര ഭ്രാന്തന്മാരല്ലാത്ത മുഖ്യധാര അതുകണ്ട് സ്തംഭിച്ചുപോയി. മുഖ്യധാര ഭ്രാന്തന്മാർക്ക് സ്വന്തം കൂട്ടക്കൊലയാളികൾ ഉണ്ടായിരുന്നു, പക്ഷേ മെനാച്ചം ബെഗിൻ അവരിൽ ഒരാളായിരുന്നില്ല. ഇന്നത്തെ മുഖ്യധാര മതഭ്രാന്തന്മാർക്ക് ബെൻഗ്വിറും സ്മോട്രിച്ചുമാണ് മതഭ്രാന്തന്മാർ. അവർ നെതന്യാഹുവിന്റെ സഖ്യകക്ഷികൾ മാത്രമല്ല, ആ സർക്കാരിനെ നിലനിർത്തുന്നവരുമാണ്. മധ്യപൂർവേഷ്യയിൽ അതിജയിക്കാൻ ഇസ്രായേലിന് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളെ ദുർബലപ്പെടുത്തണമായിരുന്നു. ഇസ്രായേൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് 1940-കളിൽ പോലും അറബ് രാജ്യങ്ങളിലെ ഏറ്റവും ദുർബലമായ കണ്ണിയായിരുന്ന ലെബനാനെ ഒരു പാവരാഷ്ട്രമാക്കാൻ വേണ്ട ക്രിസ്ത്യൻ നേതാവിനെ കണ്ടെത്താനാവുമെന്ന് ബെൻഗുരിയോൺ പ്രതീക്ഷിച്ചിരുന്നു. 1970-80-കളിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇസ്രായേൽ അതിന് ശ്രമിച്ചു. പക്ഷേ ഫെലാഞ്ചിസ്റ്റ് ബഷീർ ഗമയേൽ അതിന് വിസമ്മതിക്കുകയും തുടർന്ന് കൊല്ലപ്പെടുകയും ചെയ്തു. 1980-കളിലെ ഇനോൻ പദ്ധതി മുഴുവൻ പ്രദേശത്തെയും വംശീയ മതരാഷ്ട്രങ്ങളായി വിഭജിക്കുക എന്ന ഇസ്രായേലിന്റെ ദീർഘകാല ലക്ഷ്യത്തെ വ്യക്തമായി അവതരിപ്പിച്ചു. ഇറാഖിലും ലിബിയയിലും US നയിച്ച അധിനിവേശങ്ങളിലും സിറിയക്കെതിരായ നിഴൽ യുദ്ധത്തിലും ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾ ആഴത്തിൽ ഉൾച്ചേർന്നിരുന്നു. ഇത് ഇസ്രായേലിന് 1948-ന് ശേഷമുള്ള ഏറ്റവും വലിയ വിജയം നേടിക്കൊടുത്തു. ഗസയിലെ വംശഹത്യ തടയാൻ പാശ്ചാത്യ രാജ്യങ്ങൾ വിസമ്മതിക്കുന്നത് ആ രാജ്യങ്ങളിൽ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര നിയമത്തിന്റെ നടത്തിപ്പുകാർ എന്ന് അവകാശപ്പെടുന്നവർ പ്രശ്നപരിഹാരത്തിന് തയ്യാറല്ല. ഫലസ്തീൻ പ്രശ്നത്തിനുള്ള ഏക പരിഹാരം ഫലസ്തീനികളെ ഫലസ്തീനിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതാണ്. അധിനിവേശക്കാരെ നീക്കം ചെയ്യുകയല്ല എന്ന നിലപാടിലാണ് അവരെന്ന് തോന്നുന്നു. അമേരിക്ക, UK, യൂറോപ്യൻ സർക്കാരുകൾ എന്നിവ ഒരിക്കലും അന്താരാഷ്ട്ര നിയമം പാലിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിച്ചിട്ടില്ല. 1948-ലും 1967-ലും 1990-കളിലെ സമാധാന പ്രക്രിയയിലും അവർ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഒരു ശ്രമവും നടത്തുന്നില്ല എന്നത് അവരെ ഇപ്പോൾ ലജ്ജിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ നെതന്യാഹു ഇപ്പോൾ കൂടുതൽ ധിക്കാരപൂർവ്വം വെളിപ്പെടുത്തുന്നതോടെ പ്രശ്നം ഗസയുടെയോ ഫലസ്തീന്റെയോ ഭാവി മാത്രമല്ല, മുഴുവൻ മേഖലയുടെയും ഭാവിയാണ് തുലാസിലാവുന്നത്. 1920-കളിൽ സൃഷ്ടിച്ച മിഡിൽ ഈസ്റ്റിനെ നശിപ്പിക്കാൻ പാശ്ചാത്യർ ആഗ്രഹിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രശ്നങ്ങളും നീക്കം ചെയ്ത് പുതിയ മിഡിൽ ഈസ്റ്റ് നിർമ്മിക്കാനാണ് ശ്രമം. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യയെ പിന്തുണയ്ക്കുന്ന US ഇറാനെതിരെ യുദ്ധം ആസൂത്രണം ചെയ്യുകയും ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ ലെബനാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. പുതിയ മിഡിൽ ഈസ്റ്റ് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത് പോലെയായിരിക്കും.
യുഎസിനെ പൂർണ്ണമായും ആശ്രയിച്ചാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. മുൻകാലങ്ങളിൽ തങ്ങളെ പോറ്റി വളർത്തിയ ബ്രിട്ടീഷുകാരുടെ കൈകടിക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിട്ടുണ്ട്. യുഎസ് ഇല്ലാതെയും തങ്ങൾ മുന്നോട്ടു പോകുമെന്ന് അവർക്ക് തോന്നിയേക്കാം. ഇസ്രായേലിലെ പൊതുജനങ്ങൾക്കിടയിലെ തീവ്രവും വംശഹത്യപരവുമായ ചിന്തയുടെ വ്യാപ്തി അടുത്തിടെ നടന്ന വോട്ടെടുപ്പുകൾ കാണിക്കുന്നു. പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജിയോ കാർട്ടോഗ്രഫി ഗ്രൂപ്പ് 2025 മാർച്ചിൽ നടത്തിയ ഒരു വോട്ടെടുപ്പിൽ പോൾ ചെയ്തവരിൽ 82% പേരും ഗസയിൽ നിന്ന് എല്ലാ ഫലസ്തീനികളെയും പുറത്താക്കുന്നതിനെയും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഉൾപ്പെടെ ഇസ്രായേലിലേക്ക് ചേർക്കുന്നതിനെയും 56% പേരും പിന്തുണക്കുന്നതായി കണ്ടെത്തി. ജെറിക്കോ കീഴടക്കിയതിനു ശേഷം ജോഷുവ അവിടുത്തെ എല്ലാ നിവാസികളെയും കൊന്നൊടുക്കിയതുപോലെ ഗസയിലും ഇസ്രായേൽ സൈന്യം പെരുമാറണമെന്ന് പകുതിയോളം പേർ പറഞ്ഞു. 2025 ജൂലൈ അവസാനത്തിൽ നടന്ന മറ്റൊരു വോട്ടെടുപ്പിൽ ഗസയിലെ ക്ഷാമത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും റിപ്പോർട്ടുകൾ 79% ഇസ്രായേലുകളെയും അത്രയധികം അസ്വസ്ഥരാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഒട്ടും അസ്വസ്ഥരാക്കിയിട്ടില്ല എന്ന് കണ്ടെത്തി. നെതന്യാഹുവിൻ്റെ പിൻഗാമി ആരായാലും ഇസ്രായേലിന്റെ അടിസ്ഥാന ദിശാബോധം ഉറപ്പിച്ചതായി തോന്നുന്നു. നിരവധി അഭിപ്രായ വോട്ടെടുപ്പുകൾ കാണിക്കുന്നത് പോലെ വംശഹത്യ നെതന്യാഹുവിൻ്റെയും സഹപ്രവർത്തകരുടെയും മാത്രം തീരുമാനമല്ല, മറിച്ച് ജനങ്ങളുടെ ആഗ്രഹവുമാണ്. ഗസയിൽ തടവിലാക്കിയിട്ടുള്ളവരെ ഫലസ്തീനികൾ വിട്ടയച്ചാൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും വംശഹത്യ തുടരുന്നതിന് ഒരു ആഭ്യന്തര തടസ്സവുമില്ല. ഇസ്രായേലിലെ പൊതുജനങ്ങൾ 2 രാഷ്ട്രങ്ങളെയല്ല, മറിച്ച് കൂട്ടിച്ചേർക്കലിനെയാണ് പിന്തുണയ്ക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ പൂർണ്ണമായ ബഹിഷ്കരണമോ സൈനിക ഇടപെടലോ കൊണ്ട് മാത്രമേ അവരെ തടയാനാകൂ എന്ന നിലയിലേക്ക് കോളനിവൽക്കരണം മുന്നേറിയിരിക്കുന്നു. വിശാല ഇസ്രായേൽ എന്ന ആശയം ക്രമേണ യാഥാർത്ഥ്യമാവുകയാണ്. യുഎസിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇത് നടക്കുന്നത്. ആത്യന്തികമായി ആരും ഈ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നതാണ് ഇസ്രായേലിനെ പിന്തുണക്കുന്ന അറബികൾക്ക് കാണാൻ കഴിയാത്തത്. പശ്ചിമേഷ്യ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും ഇസ്രായേലിന് സന്തോഷകരമായ ഒരു ഭാവിയില്ല. അവിടുത്തെ ജനങ്ങൾ മനുഷ്യത്വമില്ലായ്മയിലൂടെ സ്വയം വിഷം കലർത്തുകയാണ്. മറക്കാനാവാത്ത ഭയാനകമായ ഓർമ്മകളില്ലാതെ എന്താണ് ആ രാജ്യത്തിനുണ്ടാവുക?